ആരാ ഇബ്ലീസ്? നമ്മൾ പറയും അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറഞ്ഞ ഒരുത്തന്റെ തലയെ കൈവച്ചിട്ട് നമ്മൾ ഓതുന്നവൻ ഒന്നാം നമ്പർ ശൈത്താൻ. പിന്നെ ഇബ്ലീസ് ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ഓതിയാൽ ഓതുന്നവനാണ് ഒന്നാം നമ്പർ ഇബ്ലീസ്. പിന്നെ ഇബ്ലീസ് ഒന്ന് ഇബ്ലീസിനെ ആട്ടി ഓടിക്കണം ഇൻഷാ അല്ലാഹ്. ഉറപ്പാണല്ലോ. ഒന്നുകൂടി കൈവച്ച് നോക്കട്ടെ. ആരെങ്കിലും ഒരാൾ സുബഹി നമസ്കാരം ഖളാഖിട്ടവൻ കിടന്നുറങ്ങിയാൽ ഇബ്ലീസ് അവന്റെ ചെവിയിൽ മൂത്രമൊഴിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങളെന്താ വിചാരിച്ച കായ് കൊടുക്കലാണ്? ഇബ്ലീസിനെ ആട്ടി ഓടിക്കാൻ ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ആർക്കറിയാത്തത്? ആരെങ്കിലും സുബഹി നമസ്കാരം ഖളാഖിട്ട് കിടന്നുറങ്ങിയാൽ അവന്റെ ചെവിയില് ഇബ്ലീസ് മൂത്രമൊഴിക്കും. നമുക്കറിയാം രാവിലെ ഒരാൾ ഏതായാലും ഒരു കാര്യത്തിന് പോയാൽ മൂത്രം മാത്രമല്ല ഒഴിക്കുക. നബിതങ്ങൾ അങ്ങനെ വേണ്ട നബിയുടെ മാന്യത കൊണ്ട് പറഞ്ഞല്ലോ. യഥാർത്ഥത്തിൽ ഒരാൾ ആദ്യം മൂത്രം മാത്രമല്ല ഒഴിക്കുക. രാവിലെ എഴുന്നേറ്റ് പോണ ഒരാള്. അപ്പൊ നബിയങ്ങൾ മൂത്രം ഒഴിക്കുന്നത് നബിയങ്ങളുടെ മാന്യത കൊണ്ട് പറഞ്ഞാണ് ഞാൻ മനസ്സിലാക്കുക. അപ്പോൾ മിക്കവാറും ഇവിടെ ഇരിക്കുന്ന ഒട്ടുമിക്ക ആളുകളുടെ ഈ ചെവി ഇന്ന് പിശാചിന്റെ കക്കൂസായി മാറിയിട്ടുണ്ട്. വലത് കെട്ടത് കൊണ്ട് മാത്രം സുബഹി നിസ്കരിച്ചു എന്നുള്ളതിന്റെ അടയാളമല്ല. ഞാൻ മലപ്പുറത്തൊരിക്കൽ വലത് പറയുമ്പോൾ ഒരു പെൺകുട്ടി എന്റെ അടുത്ത് ഒരു കത്ത് തന്നു. ഉസ്താദേ ദുആ ചെയ്യണം. എന്റെ ഭർത്താവിന് 4 പെൺകുട്ടികളുമായിട്ട് പരസ്പര ബന്ധമുണ്ട്. ഉസ്താദ് ദുആ ചെയ്യും. അതിന്റെ താഴെ എഴുതിയിരിക്കുന്നു ഈ സദസ്സിൽ തന്നെ ഉസ്താദ് ദുആ ചെയ്യും. അതെന്താന്ന് അറിയാണ്ട് അതിനെ താഴെ എഴുതിയിരിക്കുകയാണ് എന്റെ ഭർത്താവ് ഉസ്താദിന്റെ മുമ്പിൽ വന്ന് വെക്കാൻ വന്നിരിക്കുന്നത്. ഞാൻ വെറുതെ പറഞ്ഞു ക്യാൻസർ ഖുർആനിലൂടെ മോചനം എന്നുള്ള ക്യാസറ്റ് അവിടെ പ്രസംഗിച്ച അതിന്റെ താഴെ എഴുതിയിരിക്കുന്നു ആ 4 പെണ്ണുങ്ങൾ അപ്പുറത്ത് ചിരിച്ചുകൊണ്ടിരിക്കുന്നു ഉസ്താദിന്റെ വന്ന് വെക്കാൻ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? വഴതെന്ന് പറഞ്ഞാൽ ദീർഘാവണം, വായും മുത്തൈതാകണം, കേൾക്കുന്നവനും ആ വളരെ ഇർഷാദ് നൽകണം. സഹോദരങ്ങളെ, ഒന്ന് ഇബ്ലീസിനെ ശരീരത്തിൽ കൂട്ടി. ഇതാണ് ജീവിതം. പോരാടാനുള്ളതാണ്. സുബഹിക്ക് എഴുന്നേൽക്കുക. എന്നിട്ട് 2 റക്അത്ത് സുബഹി നിസ്കരിക്കുക. കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ ഈ ദിവസം വരെ കേരളത്തിന്റെ മിക്ക മുസ്ലിം പള്ളികളെ സുബഹിക്ക് ചെറുപ്പക്കാർ കുറവാ. കാരണം ബോളിവുഡിന്റെ കോടികൾ മുടക്കിയ സിനിമാ നായകന്റെ സിനിമ കാണാൻ പാതിരാത്രി 2 മണി വരെ തിരുവനന്തപുരത്തും കൊല്ലത്തുമുള്ള തിയേറ്ററിലെ ചെറുപ്പക്കാരുടെ ക്യൂവാ. ആണ്ടിപ്പെട്ടിക്കാരൻ അണ്ണാച്ചിയുടെ സിനിമ കാണാൻ 2 മണി വരെ ക്യൂ നിൽക്കുന്ന ചെറുപ്പക്കാരോ. സുബഹി നമസ്കാരം ഒരു ജൂതനാണെന്ന് നിങ്ങൾക്കറിയുമല്ലോ. ഏറ്റവും ഒരു ഇസ്ലാമിന്റെ ശത്രുജൂതനാ. ഒരു ജൂത പണ്ഡിതനോട് ഒരു മുസ്ലിം ചോദിച്ചു, അത്രേ നിങ്ങൾക്കെന്നാ മുസ്ലിമീങ്ങളെ ഭയമില്ലാത്തത്? മുസ്ലിമീങ്ങളെ ജൂതന്മാരെ തോൽപ്പിക്കുമെന്ന് നബി നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അയാൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? മുസ്ലിമീങ്ങളുടെ വെള്ളിയാഴ്ച നമസ്കാരത്തിന് കൂടുന്ന ആൾ അവരുടെ സുബഹി നമസ്കാരത്തിന് കൂടാത്തിടത്തോളം കാലം മുസ്ലിമീങ്ങളെ നിങ്ങൾക്ക് പേടിയില്ലെന്ന് പറഞ്ഞ ജൂത പണ്ഡിതൻ. അവരുടെ വെള്ളിയാഴ്ചക്ക് കൂടുന്ന ആളുകൾ സുബഹി ജമാഅത്തിന് കൂടാത്തിടത്തോളം കാലം അവരെ പേടിക്കേണ്ടതെന്തിനാ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണേ. ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടൊരു വലിയ മഹാത്ഭുതമുണ്ട്. കഴിഞ്ഞ ജനുവരി 5-ാം തീയതി ആ ദിവസം വളരെ കൃത്യമായിട്ട് എന്റെ മുമ്പിൽ ഓർമ്മയുണ്ട്. കാരണം എന്തെന്നറിയോ? അന്ന് എന്റെ വിവാഹത്തിന്റെ 10ാം വാർഷികമാ. 6 മാസം മുമ്പ് ഭാര്യ എടുത്തിട്ട് ഡയറിയിൽ വരച്ചിട്ട് അന്നത്തെ ദിവസം വളരെ പോവാൻ പാടില്ല. അന്നത്തെ ദിവസം ദുആ ചെയ്യണം. യതീമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം ഒരു ആഗ്രഹമാ സാധുവിനുണ്ട്. അല്ലാഹുവേ, അവസാന സ്വർഗ്ഗത്തിലെത്തുന്ന മണിയറയിലെത്തിക്കണേ അല്ലാഹുവേ. അവസാന നിർബന്ധത്തിന് സഹിക്കാൻ കഴിയാണെന്ന് ബഹ്റൈനിൽ ഒരു പരിപാടിയുണ്ട്. രാവിലെ 10:40 തിരുവനന്തപുരത്ത് നിന്ന് ഗൾഫ് എയറിൽ കയറി ബഹ്റൈനിൽ ഇറങ്ങി പ്രസംഗം കഴിഞ്ഞു. അതേ ഫ്ലൈറ്റിൽ തന്നെ തിരിച്ചു കയറി 7-ാം തീയതി 6-ാം തീയതി കൊടുങ്ങല്ലൂർ പ്രസംഗത്തിനെത്തണം. യാത്രാ ക്ഷീണം കാണത്താതെ കയറുമ്പോഴേ ഗൾഫ് എയറിന്റെ ബിസിനസ് ക്ലാസ്സിലാ. ഞാനല്ലാതെ വേറൊരാള് ബിസിനസ് ക്ലാസ്സിലില്ല. ഇത് കേൾക്കുമ്പോൾ ചില ഉൽപ്പതിഷ്ണുക്കള് പറയുന്നയാള് ഗൾഫ് യാത്ര പറയാൻ പറഞ്ഞെന്ന് അങ്ങനെ ഞാൻ കേൾക്കാറുണ്ട്. ഇത് നിങ്ങളുടെ കഴിവിലോട്ട് ഇറങ്ങാൻ പറയാ. ആ സമയത്ത് കയറുമ്പോ 3 സുന്ദരി പെണ്ണുങ്ങൾ, എയർ ഹോസ്റ്റസ് ആണ്. ഒരു സുന്ദരനായ സുമുഖനായ ചെറുപ്പക്കാരൻ ബിസിനസ് ക്ലാസ്സിലേക്ക് കയറി ചാരി കിടക്കും. എയർ ഹോസ്റ്റസ് വന്ന് മെനു തന്നു. ഞാൻ പറഞ്ഞു, ഒന്നും വേണ്ട, എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്, ഞാൻ ഉറങ്ങാൻ പോവുകയാ, ഉറക്കമില്ല, നന്നായിട്ട് ഉറങ്ങാൻ ചാരി കിടക്കും.
നിൽക്കവേ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, മോനെ സുബഹിന്റെ സമയമാകും ഒന്ന് തട്ടി വിളിച്ചേക്കണം, കാരണം 6 മണിക്കാണ് ഫ്ലൈറ്റ് തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്യുക, സുബഹികളാവും. അത് പറഞ്ഞിട്ട് ഉറക്കത്തിന്റെ ക്ഷീണത്താൽ പ്രസംഗത്തിന്റെ ക്ഷീണമാണ് ഉറങ്ങിപ്പോയി. പാതിരാ സമയത്ത് ഈ ഗൾഫേർ പാതിരാത്തിൽ പാഞ്ഞു പോവുക അന്തരീക്ഷത്തിലൂടെ. പെട്ടെന്നടാ നാട്ടിൽ നിന്ന് കൊണ്ടുപോയി എന്റെ മൊബൈലിന്റെ പോക്കറ്റിൽ കിടക്കുന്നുണ്ട്. സാധാരണ വെച്ച് അലാറത്തിന്റെ ടൈമായപ്പോൾ അറിയാൾ അടിക്കാൻ തുടങ്ങി. ചാടി എഴുന്നേൽക്കുമ്പോ നാട്ടിലെ 4 മണി സമയമായി സാധാരണ അലാറം അടിച്ചെടുത്തു. എഴുന്നേറ്റപ്പോ കേട്ടത് അതിന്റെ ഉള്ളിൽ നിന്നും പൊട്ടിക്കരയുന്നൊരു ശബ്ദമോ. ഞാൻ എന്റെ കണ്ണുകളെ കാതുകളെ വിശ്വസിക്കാതെ നോക്കിയപ്പോ പടച്ചതമ്പുരാനെ തന്നെയാണ് സത്യം. ആ എയർ ഹോസ്റ്റസിന്റെ നടുവിലിരുന്നു കൊണ്ട് ബിസിനസ് ക്ലാസിന്റെ നടുവിലുള്ള തറയിൽ ഞാൻ നേരത്തെ കണ്ട എയർ ഹോസ്റ്റസായ സുമകനായ ചെറുപ്പക്കാരെ സുതൂതിൽ കിടന്ന് പൊട്ടിക്കരയുകയോ. ഞാൻ സ്ക്രീനിൽ നോക്കുമ്പോ ആ സമയത്ത് എയർ ഇന്ത്യ ഈ ഗൾഫ് എയറിന്റെ ഫ്ലൈറ്റ് 30,000 അടി മുകളിൽ പറക്കുകയോ. അറബിക്കടലിന്റെ മുകളിൽ 30,000 അടി മുകളിൽ പറക്കുമ്പോ ആ സമയത്താണ് താഴെ കിടന്ന് പൊട്ടിക്കരയുന്നത്. അല്ലാഹു മൻസുർ ഇഖ്വാനനാ, ഞങ്ങളുടെ സഹോദരങ്ങളെ നീ കാക്കണയല്ലോ. അല്ലാഹു മഖ്ഫൽ മസാജിദനാ, ഞങ്ങളുടെ പള്ളികളെ നീ കാക്കണയല്ലോ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് കണ്ണുനീര് തടഞ്ഞില്ല തുടങ്ങുമ്പോ കുറെ കരഞ്ഞു കിടന്നപ്പോ സഹോദരങ്ങളെ ആ സമയത്ത് ഞാൻ ആ പടച്ചവനെ അല്ലാഹുവേ 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 ആ സമയത്ത് ഞാൻ നോക്കുമ്പോ അയാൾ എന്നെ തട്ടി വിളിച്ചു. ഞാൻ എഴുന്നേറ്റു. അവിടെ ഇമാമത്ത് നിന്ന് നിസ്കാരം നിർവഹിച്ച് നിസ്ലാം വീട്ടിയിട്ട് തിരിഞ്ഞു നോക്കുമ്പോ അവന്റെ പുറത്തേക്ക് ഞാൻ നെയിം പ്ലേറ്റ് നോക്കിയപ്പോ അതിൽ എഴുതിയിട്ടുണ്ട് മുഹമ്മദ് യാസീൻ ഷർഖി. അതാണ് അവന്റെ പേര്. ഞാൻ ചോദിച്ചു, മോനെ നീ എവിടെ നിന്നാ? അറബി ഭാഷയിൽ അവൻ മറുപടി പറഞ്ഞു, നിന്നെ ഫിലസ്തീൻ. ഞാൻ ഫലസ്തീൻകാരനാ. പാസ്പോർട്ട് ആണെങ്കിലും ഫലസ്തീനിയാണ് ഞാൻ. എന്റെ ഉമ്മയെയും എന്റെ സഹോദരങ്ങളെയും ജൂതന്മാർ കൊന്നൊടുങ്ങിയപ്പോ ജോർദാനിലേക്ക് ഓടിപ്പോയടാ. പൊന്നുമോനെ അറബിക്കടലിന്റെ മുകളിലൂടെ 30,000 അടി മുകളിൽ ഫ്ലൈറ്റിൽ പറക്കുമ്പോഴും പൊട്ടിക്കരഞ്ഞിട്ട് പടച്ചറപ്പിനോട് ദുആ ചെയ്യുന്ന വജ്രായുധമുള്ളതുകൊണ്ട് അമേരിക്കയുടെ ജാലസന്ധാനമായ ഇസ്രായേലിന് ഇന്ന് ഫലസ്തീനിലെ മക്കളെ തൊടാൻ കഴിയാത്തത്. അവിടെ ഏറ്റവും വലിയ ആയുധമേടാ, അവിടെ ആയുധമേടാ. ലോകത്തിലെ ന്യൂനപക്ഷമായ ഗസയുടെ മക്കളെ കൊന്നെടുക്കാൻ ക്ലസ്റ്റർ ബോംബുകൾക്കും വിയറ്റ്നാമിനെയും കംബോഡിയയെയും ചെച്ചിനെയും സോമാലിയെയും അഫ്ഗാനിനെയും ഇറാഖിനെയും തകർത്തെറിഞ്ഞ മലനിരകളെ തകർത്തെറിഞ്ഞ ബോംബുകൾക്ക് ഫലസ്തീനിന്റെ മക്കളെ കല്ലും കവണയും ഉപയോഗിച്ച് ഇന്തിഫാദയിലൂടെ ചെറുത്ത് നിൽക്കുന്ന മക്കളെ തോൽപ്പിക്കാൻ കഴിയാത്തത്. 30,000 അടി മുകളിലും താഴ്ച നിസ്കരിച്ചിട്ട് പൊട്ടിക്കളയുന്ന ചെറുപ്പക്കാരനാ ഫലസ്തീന്. എന്റെ പൊന്നു ചെറുപ്പക്കാരാ, ഇത് തഹജ്ജുദിന്റെ കഥയോ. സുബഹിക്ക് ബാങ്ക് വിളിക്കുമ്പോൾ പുറപ്പിന്റെ അടിയിൽ കിടക്കുന്ന ചെറുപ്പക്കാരാ, ഇബ്ലീസിനെതിരെയുള്ള 1ാമത്തെ പോരാട്ടം. ബാങ്ക് വിളിക്കുന്ന സമയത്ത് വന്ന് പള്ളിയിൽ വന്ന് നിസ്കരിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പെങ്ങളെ സുബഹികളാക്കരുത്. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആയുധം സുബഹിയാ. അല്ലാഹു നിലനിർത്തി തരട്ടെ. കൈവക്കിയവർക്കൊക്കെ ഒന്നുകൂടി കൈവക്കിക്കൂടെ? ഇൻഷാ അല്ലാഹ് അല്ലാഹു നിലനിർത്തി തരട്ടെ. എന്റെ ഇന്നത്തെ ഏറ്റവും വലിയ ലാഭം, ഇത്രയും ചുമച്ചും കുറച്ചും പറഞ്ഞിട്ടും ഇന്നത്തെ എന്റെ ഏറ്റവും വലിയ ലാഭം, ഇതിൽ ഒരാളിൽ ഈ പൊക്കിയതിൽ 10 പേര് നാളെ സുബഹിക്ക് വന്നല്ലോ. മുഴുവൻ വരും എന്നുള്ള തെറ്റിദ്ധാരണ എനിക്കില്ല. 10 പേർ ആണല്ലോ ലാഭം. അല്ലാഹു ലാഭം നൽകി അനുഗ്രഹിക്കണം. അല്ലാഹു ലാഭം നൽകി അനുഗ്രഹിക്കണം. വയ്യ സഹോദരങ്ങളെ സമയത്തെ അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. ഒന്നുകൂടി അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആദരവായി വന്ന 2ാമത് ഇബ്ലീസിന്റെ അടുത്ത യുദ്ധം. ഓക്കേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിനെ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയപ്പോ ആ സമയത്ത് ഇബ്ലീസ് പറഞ്ഞു, അല്ലാഹുവേ, നിന്റെ അടിമകളായ മനുഷ്യരെ പഠിപ്പിക്കാൻ ഞാൻ ഇറങ്ങുകയാണ്. എന്റെ അടിമകൾ, നിന്റെ അടിമകൾക്ക് നിനക്ക് നിസ്കരിക്കാൻ പള്ളിയുണ്ട്. ഫജഅലി മസാജിദാ, എനിക്കൊരു പള്ളി തരണേ അല്ലാഹുവേ. അല്ലാഹു പറഞ്ഞു, ഇബ്ലീസേ, നിന്റെ പള്ളിയിൽ ഹമ്മാമു കുളിമുറിയാണ്. നിന്റെ പള്ളി കുളിമുറിയാണ്. അതുകൊണ്ടാണ് കേരളത്തിലെ മിക്ക ബസ് സ്റ്റാൻഡിന്റെയും പഞ്ചരക്ഷ ഹോട്ടലിന്റെയും ലേഡീസിന്റെ ബാത്റൂമിൽ ക്യാമറ ഉണ്ടായത്. നിന്റെ പള്ളി
നിന്റെ പള്ളി കുളിമുറിയാണ്. അപ്പൊ കുളിയുടെ മുമ്പിൽ ഒളിഞ്ഞോട്ടം അവസാനിപ്പിക്കുക. 2, അല്ലാഹുവേ ഫജഅലി മജ്ലിസാ, നിന്റെ അടിമകൾക്ക് നിന്നെ സ്തുതിക്കാൻ ഇങ്ങനെയുള്ള മജ്ലിസ് ഉണ്ടല്ലോ, എനിക്കും ഒരു മജ്ലിസ് താ റബ്ബേ. അല്ലാഹു പറഞ്ഞു, നിന്റെ മജ്ലിസ് അല്ല സുവാഖു, ചന്തകളാണ്, മാർക്കറ്റുകളാണ്. പണത്തുണ്ടയിൽ പോയിട്ട് ഫിത്നയും ഫസാദും പറയുന്നതാണ് നിന്റെ മജ്ലിസ്. കൈപൊങ്ങോ നിക്കരിക്കാൻ എളുപ്പം, ഇത് നിർത്താൻ പാടാ. പെണ്ണുങ്ങളോ 4 മണിക്ക് ശേഷം നടക്കുന്ന മിക്കവാറും അയൽക്കൂട്ടം ഫിത്നയുടെ മജ്ലിസാണ്. അതുകൊണ്ട് തന്നെ ആനാണ് നിന്റെ മജ്ലിസ്. അള്ളാഹു കാക്കട്ടെ. ഇതൊക്കെ നിർത്തണം. ഇതാണ് ഇബ്ലീസിനെതിരെയുള്ള പോരാട്ടം. ഈ ആവശ്യമില്ലാതെ പള്ളിയിൽ തന്നെ വന്നിട്ട് പള്ളിയിലെ മുക്കുരയുടെ മുരിയാരും മൂളിൽ കയറണം ഈ പരിപാടി. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിശക്കുമ്പൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട ഇറച്ചി പള്ളിയിലെ മുക്കുരി മുരിയാരും. അതുകൊണ്ട് ഇതിന്റെ ഇബ്ലീസിന്റെ ചിന്തയാ. മാത്രമോ സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട അല്ലാഹുവിനോട് ആ സമയത്ത് ഇബ്ലീസ് ചോദിച്ചു, അല്ലാഹുവേ, അല്ലാഹുവേ, എന്റെ പള്ളി ഹമ്മാമാണെങ്കിൽ ഫജഅലി മുഅദ്ദിനാ, പള്ളിയിലേക്ക് ബാങ്ക് വിളിക്കാൻ എനിക്കും ഒരു മുഅദ്ദിന് വേണ്ടേ അല്ലാഹുവേ. എന്റെ മുഅദ്ദിനാരാണ് അല്ലാഹ്? 7 പള്ളിയിൽ ഒരു മുഅദ്ദിനുണ്ട്. എന്റെ പള്ളിയിലേക്ക് വിളിക്കാനുള്ള പിശാചിലേക്ക് വിളിക്കുന്ന മുഅദ്ദിന് വേണം. അല്ലാഹു പറഞ്ഞു, നിന്റെ മുഅദ്ദിന് നിന്റെ അടുക്കലേക്ക് ആളുകളെ വിളിക്കുന്നത് മോശമർത്ഥമുള്ള ലശാറു, മോശമായ അർത്ഥമുള്ള പാട്ടുകളാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. നോക്ക്, മോശം അർത്ഥമുള്ള അള്ളാഹുവിന്റെ അടുക്കലേക്ക് വിളിക്കാൻ ഏറ്റവും നല്ല വാക്ക് അല്ലാഹു അക്ബർ. ഇബ്ലീസിന്റെ മജ്ലിസ് പള്ളിയിലേക്ക് വിളിക്കാൻ മോശമായ അർത്ഥമുള്ള പാട്ടുകൾ ഏതാണ്? അതേത് പാട്ട? അതേത് പാട്ട? സബൂറിന്റെ കയർ പൊട്ടി പോകുന്നുണ്ട് വരണേ, സുറൂറിന്റെ നിമിഷങ്ങൾ നീനൊന്ന് തരണേ. ഇതിനർത്ഥം പച്ച വിചാരം. എന്താ ഇതിനർത്ഥം? പച്ച വിചാരം. മോശമായ അർത്ഥമുള്ള പാട്ടുകൾ. വാള് കേൾപ്പിക്കൂല മക്കളെ, ഖുർആൻ കേൾപ്പിക്കൂല മക്കളെ. +2 പഠിക്കുന്ന മോള്, SSLC പഠിക്കുന്ന മോള് പാതിരാ സമയത്ത് ഇതുപോലെ ജനുവരിയുടെ തണുത്തുള്ള ഒരു രാത്രി എന്നിട്ട് അവള് പഠിച്ചോണ്ടിരിക്കുക. എല്ലാരും ഉറക്കമാണ്. ആ സമയത്ത് ഉറക്കം വരുമ്പോൾ അവൾ ഉറക്കം പോകാനൊരു പാട്ട് കേൾക്കുകയാ. ഏടാ പാട്ട്? നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണടച്ചാണിയാണ്, കണ്ണു തുറന്നാണിയാണ്. 7-ാം ബഹറിന്റെ ഉള്ളിൽ പോയി ഒളിച്ചിരുന്നാലും നിന്നെ നാമെന്ന് കൊത്തിയെടുത്തുകൊണ്ട് പറന്നു പോകും ഭൂമിയിലെ. ആ സമയത്തിന് മേടിച്ചു കൊടുത്ത ഉപ്പോ ആ പെണ്ണ് വിചാരിക്കുകയാണ്, അല്ലാഹുവേ, നാളെ കടപ്പുറത്ത് കണ്ണോട് കണ്ണ് ചേർത്തിട്ട് എന്നോടൊരു കാമത്തിന്റെ കഥ പറയാൻ ഇതുപോലൊരു കാമുകൻ എനിക്കും കിട്ടിയിരുന്നെങ്കിൽ. ആ പെണ്ണ് ചിന്തിച്ചാൽ ആരെയാണ് കുറ്റം പറയേണ്ടത്? മോശമായ അർത്ഥമുള്ള പാട്ടുകൾ. ഖുർആൻ കേൾപ്പിക്കുക, ഖിറാഅത്ത് കേൾപ്പിക്കുക. മിൻ സുനനിൻ നബിയിൽ മുസ്തഫ.